മലപ്പുറത്ത് ഇന്ന് നടന്നിട്ടുള്ളൊരു അപകടമാണിത്. ഈ ഒരു അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു, കൂടാതെ നിരവധി പേർക്ക് പരിക്കും സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ റോഡുകളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരിക്കും, റോഡ് നനഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ തീർച്ചയായിട്ടും വണ്ടി ഓടിക്കുന്നവർ വേഗത കുറയ്ക്കണം. അത് ബസ്സായാലും കാറായാലും ലോറി ആയാലും. ഈ ബൈപ്പാസിലൊക്കെ വണ്ടി ഓടിക്കുന്നവർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നനവുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോറിയോ ബസ്സോ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ അത് കിട്ടില്ല, അത് സ്ലിപ്പായിട്ട് മറിയുക തന്നെ ചെയ്യും. അതേപോലെ തന്നെയാണ് ഈ ഒരു ബസ്സിൻ്റെ അപകടം. നിങ്ങൾക്ക് ആ വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ആ ഒരു റോഡിന് ചെറിയൊരു ടേണിങ് വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യണം, ആ ടേണിങ്ങിൽ ആ ഡ്രൈവർ ചിലപ്പോൾ വേഗത കുറയ്ക്കാനോ ബ്രേക്ക് ചവിട്ടാനോ ശ്രമിച്ചു. സമയത്ത് എന്ത് ചെയ്തില്ല, ബസ് കിട്ടിയില്ല, തകടം കഴിഞ്ഞ് മറിഞ്ഞു. അപ്പം അതിലെന്തായി, ഒരുപാട് ആൾക്കാർക്ക് പരിക്ക് സംഭവിച്ചു, ഒരാൾക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, അപകടങ്ങൾ ഒഴിവാക്കുക. അത് ബസ്സായാലും ലോറി ആയാലും കാറായാലും. കാരണം ഇതിൽ നമുക്കറിയില്ല, ഒരിക്കലും ഇപ്പോൾ ഒരു ബസ് ഡ്രൈവറും മനഃപൂർവ്വം എന്ത് ചെയ്യില്ല, വണ്ടിയിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ പരിക്ക് പറ്റിയിട്ട് വെച്ചിട്ട് ബസ് കൊണ്ടുപോയിട്ട് മനഃപൂർവ്വം ഇടിപ്പിക്കില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേഗത കുറയ്ക്കുക. പിന്നെ ചില ബസ്സുകളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം എൻ്റെ നാടൊക്കെ തൃശ്ശൂരാണ്, തൃശ്ശൂർ കുന്നോളത്താണ് എൻ്റെ വീട്. അപ്പോൾ ഈ കുന്നോളത്ത് നിന്ന് തൃശ്ശൂർ പോകുന്ന ചില ബസ്സുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ വേഗതയിലാണ് പോവുക. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം അവർക്ക് സമയത്തിന് എത്തണം എന്നുള്ളത്. പക്ഷേ സമയത്തിനേക്കാളും വലുതാണ് നമ്മുടെ ജീവൻ്റെ വില. കാരണം ഇവർ ഈ ബസ്സായിട്ട് അമിതമായിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, റോഡിൽ കൂടെ ബൈക്കിൽ ഫാമിലി ആയിട്ട് ആൾക്കാർ പോകാറുണ്ട്, കാറിൽ ഫാമിലി ആയിട്ട് ആൾക്കാർ, അവരൊന്നും നോക്കാതെയാണ് ബസ്സുകാർ കയറി പോകുക. അപ്പോൾ തീർച്ചയായിട്ടും അതും ശ്രദ്ധിക്കുക, അപകടങ്ങൾ ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഇതുപോലുള്ള സന്ദർഭങ്ങളിലൊക്കെ റോഡുകളിൽ നനവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗത കുറയ്ക്കുക, അപകടങ്ങൾ ഒഴിവാക്കുക.